പാലക്കാട് 9 വയസ്സുകാരൻ അർജുൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ ക്ലാസ് ടീച്ചർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ സഹപാഠി ഉൾപ്പെടെ ഇന്ന് രംഗത്ത് വന്നു. അധ്യാപിക ആശ ക്ലാസ് മുറിയിൽ വെച്ച് സൈബർ സെല്ലിനെ വിളിച്ചിരുന്നു. ജയിൽ ശിക്ഷയും പിഴയും അനുഭവിക്കേണ്ടി വരുമെന്നും അർജുനെ ഭീഷണിപ്പെടുത്തി. മരിക്കുമെന്ന് അർജുൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നും പറയുകയാണ് സഹപാഠി. ഈ തിങ്കളാഴ്ച രാവിലെ അല്ല ഈ ഞായറാഴ്ച അവൻ്റെ തെറി വിളിച്ചു പറഞ്ഞിട്ട് അർജുൻ്റെ അമ്മനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മ ഒന്ന് സൈഡായിട്ട് മാമൻ്റെ അടുത്ത് പറഞ്ഞു. മാമൻ ഇവനെ തല്ലി. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ വന്നപ്പോൾ ആശ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീഷ ടീച്ചറും ആർദ്ര ടീച്ചറും കൂടിയാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് വിട്ട്. അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ വന്നിട്ട് ആശ ടീച്ചർ അവനെ ചെറിയിട്ട് തല്ലി. അർജുൻ്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. അവൻ കൈയൊക്കെ അത് കഴിഞ്ഞിട്ട് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ ഉച്ചക്ക് ഓഫീസ് റൂമിലേക്ക് വിളിച്ചു. എന്താ അറിയില്ല, ഓഫീസ് റൂമിലേക്ക് വിളിച്ചിട്ട് അവനെ അവിടെ നിന്ന് തല്ലി. ആ ലിസി ടീച്ചറും HM ആയ ലിസി ടീച്ചറും ആശ ടീച്ചറും കൂടി അത് കഴിഞ്ഞിട്ട് ഇന്നലെ 6 മണിയാകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇവിടെ പോയപ്പോൾ തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ ആശ ടീച്ചർ ഇങ്ങനെ ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല, മാമനാണ് അവനെ തല്ലി പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞു. അതാണ് എനിക്കറിയുന്നത്. സൈബർ സെല്ലിൽ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ അതിന്റെ ക്ലാസ് ഫോണിൽ വിളിച്ചു. അതിൽ ഒരു വർഷം തടവിലാവും, 50,000 25,000 രൂപ പിഴ കെട്ടേണ്ടി വരും പറഞ്ഞു. അതോടെ അവൻ്റെ മൈൻഡ് കഴിഞ്ഞു പോയി. അവൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അവൻ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയത്, ഇങ്ങനെ ഞാൻ മരിക്കും. പോകുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ചത് ഇത് ലാസ്റ്റാണ്, ഞാൻ എനിക്കൊരു ഫോൺ പറഞ്ഞു ഇത് ലാസ്റ്റാണ് ശരി പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയത്. നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടെയാണ് കുട്ടി കാര്യങ്ങൾ പറയുന്നത്. അവസാനമായി ഒന്ന് കെട്ടിപ്പിടിച്ച് ഇത് അവസാനത്തേതാണ് എന്ന് പറഞ്ഞു പോയി ആത്മഹത്യയായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13-14 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചെന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധമാണ് കണ്ണാടിയിലെ സ്കൂളിൽ ഇപ്പോഴും തുടരുന്നത്. DYSP ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നുണ്ട്. DE ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നതാണ് നൽകുന്ന ഉറപ്പ്. അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അധ്യാപിക ആശ ക്ലാസ് മുറിയിൽ വെച്ച് സൈബർ സെല്ലിനെ വിളിച്ചിരുന്നു. ജയിൽ ശിക്ഷയും പിഴയും അനുഭവിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നതാണ് കുട്ടികളുടെ ഭാഗം. മരിക്കുമെന്ന് അർജുൻ തന്നോട് പറഞ്ഞുവെന്നാണ് സഹപാഠിയും വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ അസുഖകരമായ അതിദാരുണമായൊരു സംഭവം നമ്മൾ കേൾക്കുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് സ്വയം ജീവനൊടുക്കിയത്.